അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ. നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ? അതൊക്കെ ഞാൻ വെറുതെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ച ആര്? കൊച്ചുകുറുപ്പ്. കൊച്ചുകുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ. പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു. ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. പിന്നെ ഞാനില്ലാത്തന്റെ കുറവൊന്നും ഉണ്ടായില്ലല്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. തെറ്റിയോ? എന്റെ സുഭാഷ് ചന്ദ്രബോസിന് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:45 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളിയും. ഇത് കണ്ടോ? ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വ. മേഴ്സി എന്ന് വെച്ച എന്താ അർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ? ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കെ, ഇനി എങ്ങനെ വിളിക്കൂ? വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ. ഒരു ഗുണവും ബാക്കിയുള്ളതിനൊന്ന് കൊത്താനും സമ്മതിക്കും. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ചെന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാനാ അമേരിക്കയിലെ തന്തയും തള്ള എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരികിടയ്ക്ക് ഞാൻ ആ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാ. എന്റെ കാര്യം അതിലും പ്രശ്നമാണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എടാ, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല. അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. അനിയൻകുട്ടി കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാൾ സ്ഥലത്തില്ലല്ലോ. ഓ, മനസ്സിലായി. ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസ്സാരം. ഇന്നലെ ഞാൻ ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും അനിയൻ കുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം ഇരിക്കണം. ശാന്തിയുടെ ഡാഡി ഇല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പിറുപിറുക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ? ചെറുപ്പത്തിൽ കണ്ടതല്ലേ. ഞാൻ മേനോൻ, GK മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പന്നെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ഈ ഫ്രണ്ടിനെ കുറിച്ചും അച്ഛനോട് പറഞ്ഞിരുന്നു. ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റി പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാൾ ആളും മാറി സംസാരിക്കുന്നത്. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങളെന്താ പിറുപിറുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെയല്ലേ? ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോൾ എന്നെ പോലെയല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി. എന്നാ പോവാ. ഓക്കേ. 1 മിനിറ്റ്. ഞാനല്ലേ നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ് വാക്ക് മാറരുത്. ആ ശാലിനി കുട്ടി എനിക്ക് വേണ്ടി ജനിച്ചതാ. അങ്കിൾ, ഐ ആം കമ്മിങ്. അവന്റെ യോഗം.
ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇതാരാണെന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്, എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ എങ്ങനെ മനസ്സിലായി? ഇത്തിരി ഉള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഉവ്വ. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി. നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടിയുണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ല അങ്കിൾ. അതെ അതെ. അങ്കിൾ, മോള് നീ വരുന്നൂന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടി. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നെവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമോ, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും. എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ല. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രയും സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാര് പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്നങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. ഹായ്. മോൻ പോയില്ല? നേരം വഴിക്ക് അഡ്മിഷൻ? അല്ല അങ്കിൾ, ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ടാ, പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ ആം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞ. ഓ കൊച്ചുകുറുപ്പ്, യു വുഡ് ബി സോറിഡാ, ഐ ഫർഗോട്ട്. എന്നാ ഒരു പാർട്ടി ഇട്ട്. അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ? അല്ല അങ്കിൾ, ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങടെ കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ 4th സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ച് പോകാന്ന് കരുതിയാ. മോനെ, യേസ്. വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടോറിക്ഷ പൊക്കോളാം. കൊണ്ടാർക്കാലിനാളുടെ ഒടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുറുപ്പേ ഒന്നേ. ലുക്ക്, ഐ ആം നോട്ട് കുറുപ്പു, ഐ ആം കാർത്തിക്. ദേ, എന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഓക്കെ ആട്ടോ. എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടാണെന്ന് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ. ആക്ച്വലി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും. മോൻ ചെല്ല്. അഡ്മിഷൻ, അഡ്മിഷൻ. നിങ്ങൾക്കറിയാലോ, 10-30 പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാവർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം ഇല്ലയോ? മതി. ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ, കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസാ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്. നീ തന്നെ കെട്ടിക്കോ. എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി.
ഹലോ ലതിക, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയൻകുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂറുപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ ഇത്ര പ്രേമാണെങ്കില് ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ജയിലിൽ കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണില്ല. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, നീ നിന്റെ കൊക്ക് ചത്താല് നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. ആഹാ, കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്. അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ. വണ്ടി ഇടിച്ച ഒരു സ്ത്രീ റോഡിൽ കിടക്കുമ്പോ എല്ലാരും നോക്കി നിൽക്കാ. എന്ത്? പ്ലീസ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നമുക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കാം. ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കൂ. ഓട്ടോ. ಹೊತ್ತಿಗೆ ಸರಿಯಾಗಿ ಊಟ ಮಾಡು. ಓಕೆ? ആക്സിഡന്റ് ആയതല്ലുവാ, അവർക്ക് നീ ആരോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ? മലയാളത്തിൽ പറഞ്ഞാ മതി. ആ സ്ത്രീ നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? എനിക്കൊരു പരിചയമില്ല. ഏതോ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കണ കണ്ടപ്പോ എത്തിച്ചു എന്ന് മാത്രം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? റിസൾട്ട് എല്ലാം വരട്ടെ, പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. പോകാനോ? അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ. പോലീസ് എൻക്വയറിക്ക് വരുമ്പോ സാക്ഷി പറയാൻ നിങ്ങളോട് ഉണ്ടാകണം. സാക്ഷി പറയാനോ? ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരില് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലേ? നിങ്ങൾ എന്നോട് തന്നെ ചൂടാവുന്നേ. ഇത് ഞാനുണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്ത് ഉറപ്പുമേ ട്രീറ്റ് ചെയ്യും? ആര് ബില്ല് പേ ചെയ്യും? വെറുതെ അല്ല ഡോക്ടർ ആക്സിഡന്റ് കണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. ഈശ്വര, ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? സുധാ വാര്യർ. ഡോക്ടർ, ഈ കാർഡിലൊരു അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്. ഇത് അവരുടേതായിരിക്കോ? ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ആ, വീട്ടുകാരെ പേടിപ്പിക്കാത്ത കാര്യം പറയണം. ഹലോ, സുധാ വാര്യരുടെ വീടല്ലേ? അതെ. കുട്ടി അവരുടെ ആരാ? മേനോ ഹൂ സ്പീക്കിംഗ്? അത് പിന്നെ പേര് പറഞ്ഞ എന്നെ അറിയില്ല. നിങ്ങൾ സുധാ വാര്യരുടെ മകളാണോ? സുധാ വാര്യർ അറിയോ? അവരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ആരും വീട്ടിലില്ലേ? ഐ മീൻ ആണുങ്ങൾ. മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയാം. രോഗം മനസ്സിലായി. Stupid. What do you want? ദേഷ്യപ്പെടാതെ കേൾക്കണം. ഞാൻ പറയുന്നത് കേട്ട്
പേടിക്കുകയും ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ പറയണം. അതർവൈസ് ഐ വിൽ ഇൻഫോം പോലീസ്. സുധാവാരുടെ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം. ഇപ്പൊ ബോധമല്ല, എന്ത് സംഭവിക്കാം. ഹലോ ഹലോ, ഇതാണ് അവളുടെ ഏരിയ. ഇനി ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കണം. വാച്ച്മാൻ ನಮಸ್ಕಾರ. ഈ പപ്പി ഏത് ഫ്ലാറ്റിലാ? ಓ ಪಪ್ಪಿ, ആ പപ്പി പപ്പി. ತಗೊಂಡ್ ಬರ್ತೀನಿ. ടെൻഷനായി. എങ്ങനെയാ തുടങ്ങാ? ചാടിക്കറി ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട, അത് ഷോക്കാവും. അപ്പൊ പിന്നെ ಪಪ್ಪಿ ಪಪ್ಪಿ ಪಪ್ಪಿ, ಇದಿಗೋ ಪಪ್ಪಿ, ತಗೊಳ್ತೀರಾ? ಬೇಕಾ ನಿಮ್ಗೆ? പപ്പി എന്തൊരു പോക്കായത്. ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ? ഡോക്ടർ, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. എന്നാ ഞാനങ്ങോട്ട്. അവരുടെ ആൾക്കാർ വരട്ടെ. സാർ, എന്റെ ചേച്ചിയുടെ 2 കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാ ഞാൻ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡ് പക്കത്ത് എന്നെയും കാത്തു നിൽക്കുക. ഇപ്പൊ ഞാനങ്ങ് ചെന്നില്ലെങ്കിൽ വല്ല പിച്ചക്കാരും. താൻ എന്ത് മണ്ടത്തര കാണിച്ചേ? ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഞാനെല്ലാം മറന്നു. ആ ശരി ശരി, പോയിക്കോ. താങ്ക് യു ഡോക്ടർ. ആ പിന്നെ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ട് പോകണം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും, വരണം. ഡോക്ടർ, ഇതൊന്ന് കൊടുത്തേക്കണേ. എന്റെ അമ്മ. ഷീസ് മൈ ആന്റി. ഡോണ്ട് വറി, തക്ക സമയത്തിന് ഇവിടെ എത്തിച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. നൗ ഷീ ഈസ് ഗെറ്റിംഗ് കോൺഷ്യസ്. ആരുടെ വണ്ടിയാ ഡോക്ടർ ഇടിച്ചത്? അതറിയില്ല. ആരെവിടെ എത്തിച്ചത്? നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നയാൾ അഡ്രസ് തന്നിട്ട് പോയി. ആള് പോയോ? എന്നാ അവൻ തന്നെ ആയിരിക്കും ഇടിച്ചത്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നണില്ല. ഹീസ് എ മലയാളി, യുനോ. മലയാളിക്ക് എന്താ വണ്ടി ഇടിച്ചൂടെ? തർക്കിക്കാൻ ഞാനില്ല. ആദ്യം ആള് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് നന്ദി പറയൂ. അതല്ല, ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ അതായിക്കോട്ടെ. ലേശം മതി മതി. ദേ, നീ ഇതുവരെ എടപ്പായിക്കായിരുന്നു. ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ ഇവനൂടി വിളമ്പ്. ആ, ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ, ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ. അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല, നിനക്കെന്താ പറ്റി? പറയുടെ എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം, ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷനാ? ആ, മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. ദൈവമേ, എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആസ്പത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല. ഞാൻ അങ്ങ് ചൂടായി. അന്നേരം എല്ലാവരും പോയി. ഒടുവിൽ ഞാൻ അവരെ ആസ്പത്രിയിൽ എത്തിച്ചത്. ആ വണ്ടി ഓടിച്ച് അവനെങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ച് പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാത്. കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണേ. അപ്പച്ച അങ്ങനെ പ്രാകരുത്. അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷെ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ. അവനെ പേപ്പട്ടി കടിക്കും. അപ്പച്ച നമ്മള് രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല. നിർത്ത്. നീ എന്തിനാ എത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന്. ഏയ്, ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ട് സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല. മരിക്കോ? രക്ഷപ്പെടുന്നാ പറഞ്ഞത്. ഓ, സമാധാനായി. പക്ഷെ പുലിവാല് പിടിച്ചത് ഞാനാ. ഓ, അവിടുന്ന് ഊരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ ബുദ്ധിയിലാണ്ട് ഓരോന്ന് ചെയ്യും. മണ്ടൻ. അവര് വല്ല കേസും കൊടുത്താൽ നീ കോടതി വരെ ഇറങ്ങേണ്ടി വരും. ചിലപ്പോ അകത്തും ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താ? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്ത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. ആ, അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക്. തനിക്ക് പേടിത്താൽ എന്താ? നീ പെണ്ണ് കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ ഹലോ, 68668887. ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട.
വണ്ടി ഇടിച്ച കേസാണോ? അതെ. ആഹാ, അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ ഹലോ, കട്ടായി. എന്തു പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേരെഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചോണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി ഇടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയാ ഫലിക്കും. BP നോർമൽ, ഷീസ് ഓൾ റൈറ്റ്. ഇനി പേടിക്കാനൊന്നുമില്ല. മോളെ, ആരാ ആന്റി വണ്ടി ഇടിച്ചത്? ആളെ കണ്ടാ തിരിച്ചറിയോ? മോഹം അത്ര അങ്ങ് പിടികിട്ടുന്നില്ല. വണ്ടി ഇടിച്ച ആള് തന്നെയായിരിക്കും ആന്റി ഇവിടെ എത്തിച്ചതും എന്നെ വിളിച്ച് അറിയിച്ചതും. ഞാൻ ആളെ വിളിച്ച് ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട്. എന്ത് അബദ്ധമാ മോള് കാണിച്ചത്? ആ കുട്ടി കാരണമാ ഞാൻ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യവും സ്നേഹവും സ്വന്തക്കാര് പോലും കാണിക്കില്ല. നന്ദി പറയേണ്ടടുത്ത് ചീത്ത വിളിക്കുക. സോറി ആന്റി. സോറി എന്നോടല്ല, ആ കുട്ടിയോടാണ് പറയേണ്ടത്. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനെ നിനക്ക് പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. ഇതിനു മുമ്പ് വരച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. പിന്നെ എങ്ങനെ വരയ്ക്കും? അതല്ലേ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അനിയൻകുട്ടി, ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ? ചുരുങ്ങിയത് ഒരു 10 വർഷം. അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്ത് കിടക്കുന്നു. പാവം, ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണ എന്റെ പുണ്യാള. ഹലോ ഹലോ, അനിയൻകുട്ടിയില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. ഹോസ്പിറ്റലിൽ നിന്നോ? ഒരു മിനിറ്റ്. നിനക്കാ. ഹലോ. സോറി കേട്ടോ, ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യം അറിഞ്ഞത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചെടുക്കണമെന്ന് തോന്നി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ലെന്നറിയാം, എന്നാലും അതിനി മനസ്സിൽ വെക്കരുത്. സോറി, സോറി ഫോർ എവറിത്തിങ്. ക്ഷമിച്ചു എന്ന് പറഞ്ഞൂടെ? അത് ചുമ്മാതാണെങ്കിലും ഒന്ന് പറ, എന്റെ ഒരു ആശ്വാസത്തിന്. ക്ഷമിച്ചു. എന്താ ചിരിച്ചത്? ഒരു ആത്മാർത്ഥതയില്ലാത്ത പറച്ചില് കേട്ട് ചിരിച്ചതാ. അത് പിന്നെ പെട്ടെന്ന് വിളിച്ച് സോറി പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ഞാൻ ക്ഷമിച്ചു. എന്നാ വെച്ചേക്കട്ടെ, പിന്നെ വിളിക്കാം. ഇനിയും വിളിക്കോ? എന്താ, വിളിക്കുന്ന ഇഷ്ടല്ലേ? വിളിക്കുന്നത് ഇഷ്ടാന്നാ പറഞ്ഞേ. എന്റെ ആന്റിയുടെ ജീവൻ രക്ഷിച്ച ആളോട് ഒരല്പ ആരാധന തോന്നിപ്പോയി. അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. താങ്ക് യു, ബൈ. എന്നെ വെറുതെ വിട്ടടാ. കോടതിക്ക് സത്യം ബോധ്യായി. ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ. അവളാ സ്ത്രീയുടെ ആരാ? ആർക്കറിയാം. എന്തായാലും എനിക്കിഷ്ടായി. എന്ത്? ആ ശബ്ദം, ചിരി, സംസാരം, എന്തോ ഒരു പ്രത്യേകത. അപ്പച്ചാ, എന്താ എന്താ ഇവര് പ്രേമം. ആരോട്? ഉള്ളത് തന്നെ. ആ. പ്രേമത്തിന് തുടക്കമിടുന്ന ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത്? ഒരു ജീവനല്ലേ രക്ഷിച്ചത്? പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രായം നോക്കണം. ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? ഇനി അവർക്ക് വല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് എത്തും. താൻ എന്താ ഈ പറയണേ? അവരെ അല്ല, അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം. അനിയൻകുട്ടി, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോവാം. അയ്യോ, ഞാനില്ല. നീയും കൂടെ വരണം, ഒരു ധൈര്യത്തിന്. നീ എന്ത് പറഞ്ഞാലും ശരി, ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല. വണ്ടി ഇടിച്ച് ലെവല് തെറ്റ സ്ത്രീയാ. ചിലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടി ഇടിച്ചതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും. ചെയ്യാത്ത കുറ്റേൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ വരില്ല. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളതുകൊണ്ടല്ലേ. എന്നാ ഞാൻ ഒട്ടും വരില്ല. എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ? നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തിരക്കാനൊന്നല്ലോ, ആ പെണ്ണിനെ കാണാനല്ലേ. ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല. നീ വരുമല്ലയോ? എടാ എന്താ? നിർത്ത്. ഇനി തർക്കിച്ച് സമയം കളയണ്ട. നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ. മനസാക്ഷി ഉണ്ടെങ്കിൽ പോ. അപ്പൊ ഞാനിവിടെ ഇരുന്നോളാം, നീ പോയിട്ട് വാ. അതെന്താ? അത് പിന്നെ ഈ ആക്സിഡന്റ് പറ്റിയവരെ കാണുമ്പോ എനിക്ക് തലർങ്ങും. ഒറ്റയ്ക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലേ നിന്നെ ഞാൻ കൂട്ടുപിടിച്ചത്. നീ ഇങ്ങ് വന്നേ. അപ്പൊ എന്റെ തലർക്കം ആശുപത്രിയില്ലേ ഡോക്ടർ? ഇവിടുത്തെ ഡോക്ടർമാർ എനിക്ക് അലർജിയാ. That case is very complicated.
നിന്റെ ആ, കാര്യം. താനെന്താ ഇവിടെ ഇന്നും വല്ല ആക്സിഡന്റ് പാർട്ടിയുമായിട്ട് എത്തിയതാണോ? അല്ല ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാന്ന് അവരെ കരുതി. ഡിസ്ചാർജ് ചെയ്തല്ലോ. ഓ സമാധാനായി. എപ്പോ? 1 മണിക്കൂറായി കാണും. കഷ്ടായിപ്പോയി. അവളൊന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് കാണാതെ എങ്ങനെയാ? ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ. മനസ്സിലായി. സുന്ദരിയാണോന്ന് അറിയാനല്ലേ? ഉം. വഴിയുണ്ട്. ഏ? ഡോക്ടർ ഏ? അതെ, ഒരു കാര്യം അറിയാനാ. ആ. ആ സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ? ഉവ്വ്, ഒരു കാന്താരി. അതിനെ കണ്ടാൽ എങ്ങനെയാ? ഏ? അല്ല, ഈ ഫിഗറൊക്കെ ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി. എന്തിനാ? അവന് വേണ്ടി ആലോചിക്കാനാ. ഇന്നലെ അയാളെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്ന കേട്ടല്ലോ. അതെ, അവര് ഫോണിലൂടെ സംസാരിച്ച് ഒത്തിരി അടുത്ത് പോയി. പെണ്ണ് കാണാൻ വീണ്ടും പിടിക്കുക. ആണോ? താങ്ക് യു ഡോക്ടർ. എടാ, പെണ്ണ് അടിപൊളിയാണെന്ന്. നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവേ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന്റെ അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്കാ നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത് അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ, അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലല്ലേ? നീയും വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. തട്ടിക്കളെ ഞാൻ. കണ്ട അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ലത്. ആ പെണ്ണായിരിക്കും. ഹലോ, ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ 3 വട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഏയ് ഒന്നുമില്ല. എന്തോ പറയാമെന്നല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നത്? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ, പത്മജ വാര്യർ. പത്മജ വാര്യർ. എന്തേ, ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഏ? പേരിഷ്ടായിന്ന്. തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ. വച്ചേക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താടാ അവള് പറഞ്ഞേ? പേര് പറഞ്ഞു. ഇത്രയും നേരം പേര് പറഞ്ഞു കളിക്കായിരുന്നോ? എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വിളി. അപ്പൊ നിനക്ക് വിഷയം പറയാറുന്നില്ലേ? എന്ത് വിഷയം? ബയോളജി. എടാ, നിന്റെ പ്രേമം അവളെ അറിയിക്കണ്ടേ? അതെങ്ങനെയാ പറയാ? നീ അവളെ വിളിച്ചേ. ഇനിയും വിളിച്ചാ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കണം. നിനക്ക് പ്രേമമുണ്ടെന്ന് അവൾ അറിയണം. അതെ, നാണിച്ചോണ്ടിരിക്കാതെ വിളിക്കുന്നുണ്ടോ? ഓ, നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ? വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഹലോ. എനിക്ക് തോന്നി അനിയൻകുട്ടി ആയിരിക്കും. അതെന്താ അങ്ങനെ തോന്നിയത്? ഒരു പഞ്ചാര സ്വഭാവം ഉണ്ടെന്ന് വർത്താനത്തിന് തോന്നി. എന്തിനാ വിളിച്ചത്? നേരി കാണണോന്ന് പറ. അത് എനിക്കൊന്ന് നേരിൽ കാണണമെന്നുണ്ട്. അതിനെന്താ, കാണാലോ. നേരി കണ്ട എന്നെ അറിയോ? സുന്ദരിയാണെന്ന് അറിയാം. അതാര് പറഞ്ഞു? ഡോക്ടറോട് ചോദിച്ചു. എവിടെ വെച്ച കാണുക? ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിൽ വെച്ചായാലോ? നാളെ രാവിലെ 9 മണിക്ക്. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, കയ്യത്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം ഓക്കെ ആയി. നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല. നീ എന്തൊന്നും മിണ്ടാത്തെ? സ്വപ്നം കാണുക. എന്നെ കാണ്. നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണ്. ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം. അപ്പൊ ഞാനോ? ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ.